എല്ലാ വിദ്യാർത്ഥികൾക്കും ഒരിക്കൽ കൂടി ഓൺലൈൻ ക്ലാസ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൻ്റെ അവസാനത്തിൽ പറഞ്ഞു നിർത്തിയതുപോലെ റോൾ ആൻഡ് ഫങ്ഷൻ ഓഫ് PR എന്നുള്ള ഭാഗമാണ് നമ്മൾ ഇന്ന് ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. അതിനുശേഷം ടൂൾസ് ഓഫ് പബ്ലിക് റിലേഷൻ ആ ഒരു ഭാഗം കൂടി എടുത്തിട്ടാണ് നമ്മൾ ഇന്നത്തെ ഈ ക്ലാസ് അവസാനിപ്പിക്കുക. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് മെയിനായിട്ട് ചർച്ച ചെയ്യാൻ പോകുന്നത്. ഇതിൽ റോൾ ആൻഡ് ഫങ്ഷൻ ഓഫ് PR വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ മീഡിയ എന്ന് പറയുന്നത് എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ്. ഈ രണ്ട് ചോദ്യങ്ങളും മിക്കപ്പോഴും കണ്ടിട്ടുള്ളതാണ്. കാരണം ഫങ്ഷൻ PRൻ്റെ എപ്പോഴും ചോദിക്കും. അത് കഴിഞ്ഞ് വിച്ച് ആർ ദ ടൂൾസ് യൂസ്ഡ് ഫോർ PR വർക്ക്സ് എന്ന് ചോദിച്ചാൽ രണ്ട് കാറ്റഗറി ഉണ്ട്, എക്സ്റ്റേണൽ ഉണ്ട്, ഇൻറ്റേർണൽ ഉണ്ട്. ഇൻറ്റേർണലിൽ ഏതൊക്കെ എക്സ്റ്റേണലിൽ ഏതൊക്കെ എന്നുള്ളതാണ് നമ്മളിനി ഈ ചാപ്റ്ററിൽ ഈ ഒരു ക്ലാസ്സിൽ ഇന്ന് ചർച്ച ചെയ്യാനായിട്ട് പോകുന്നു. സോ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്ലാസ്സാണ് ഇന്നത്തേത് എന്നുള്ളത് മറക്കാതിരിക്കുക. ആ ഒരു പ്രാധാന്യം മനസ്സിലാക്കിയിട്ട് തന്നെ ഇന്നത്തെ ക്ലാസ് കേൾക്കുകയും ചെയ്യാം. ഓക്കെ. വെൻ അപ്ലൈയിങ് PR to many organizations, there should be a strategy for long term as well as short term result. PR is an attempt to change people's attitude and to create goodwill and understanding. ഒരു PR വർക്ക് എന്ന് പറയുന്നത് ചിലപ്പോൾ ഷോർട്ട് ടേം ഈ റിസൾട്ടിന് വേണ്ടിയിട്ടോ ചിലപ്പോൾ ലോങ് ടേം റിസൾട്ടിനെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ളതായിരിക്കും. നമ്മളുടെ റിസൾട്ട് ഏത് എന്നുള്ളതല്ല, എപ്പോഴും നമുക്ക് ജനങ്ങളുടെ ഉള്ളിൽ ഒരു ഗുഡ് വില്ലും ജനങ്ങളെ മനസ്സിലാക്കാനുള്ളൊരു സാധ്യതയാണ് PRലൂടെ തുറന്നു കിട്ടേണ്ടത്. ഇറ്റ് ഈസ് നോട്ട് എ പബ്ലിസിറ്റി സ്റ്റണ്ട് ഓർ മാജിക്. The major function of a PR officer are briefly explained below. നമുക്ക് എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടാനുള്ളൊരു വേദിയോ ഇതൊരു മായാജാലം ക്രിയേറ്റ് ചെയ്യുന്നതോ ഒന്നുമല്ല. അപ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് ഒരു PR പ്രൊഫഷണൽ ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, ഫാക്ട് ഫൈൻഡിങ്. The first task of a public relation team is to study the problems confronting an organization so as to identify its strengths and weakness. In other words, the team should conduct a SWOT. SWOT means SWOT, SWOT, strength, weakness, opportunity and threats analysis. It should also assess people's attitude towards the organization. ആദ്യം തന്നെ PR ടീം ചെയ്യേണ്ടത് ഫാക്ട് ഫൈൻഡിങ് ആണ്. യാഥാർത്ഥ്യങ്ങളെ കണ്ടെത്തുക. എങ്ങനെ യാഥാർത്ഥ്യത്തെ കണ്ടെത്തും? യാഥാർത്ഥ്യത്തെ കണ്ടെത്താനുള്ളൊരു വലിയ മാർഗമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അവരൊരു SWOT എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് നടത്തണം. SWOT, SWOT. SWOTലെ S എന്ന് പറയുന്നത് സ്ട്രെങ്ത് ആണ്, W വീക്ക്നെസ് ആണ്, O ഓപ്പർച്യൂണിറ്റി ആണ്, T ത്രെഡ്സ് ആണ്. ഒരു കമ്പനിയുടെ ശക്തി, ദൗർബല്യം, സാധ്യത, വിലങ്ങുതടികൾ, തടസ്സങ്ങൾ, ഈ 4 കാര്യങ്ങളും കണ്ടെത്തുക. ഒപ്പം തന്നെ പീപ്പിൾസ് ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ദി ഓർഗനൈസേഷൻ. കമ്പനിക്കെതിരായിട്ട് ജനങ്ങൾക്കുള്ള വികാരം ആങ്കറാണോ, സിമ്പതിയാണോ, എംപതിയാണോ, അതാദ്യം കണ്ടെത്തണം. This fact will help the public relation team to work out the objectives, to locate target audience and the right approach to be adopted in achieving the objectives. ഈ സത്യങ്ങൾ കണ്ടെത്തിയാൽ മാത്രമേ എങ്ങനെ കമ്പനിയെക്കുറിച്ച് ഒരു നല്ല ഔട്ട്ലുക്ക് ജനങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ട പദ്ധതികൾ ക്രിയേറ്റ് ചെയ്യാനും അത് വർക്കൗട്ട് ചെയ്ത് അവരുടെ ലക്ഷ്യം നേടിയെടുക്കാനും പറ്റുള്ളൂ. വെറുതെ ഇത് കണ്ടെത്തിയിട്ട് അവിടെ എടുത്തു വച്ചിട്ട് കാര്യമില്ല. അതിന് ഉപയോഗപ്പെടുത്താനുള്ള സാഹചര്യം കൂടി ഉണ്ടാക്കിയെടുക്കണം. സെക്കൻഡ് വൺ, പ്ലാനിങ്. എപ്പോഴും ഫൈൻഡിങ്സ് കഴിഞ്ഞാൽ പിന്നെ അതിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ കണ്ടെത്തിയ കാര്യങ്ങളെ നേടിയെടുക്കാൻ, അല്ലെങ്കിൽ കണ്ടെത്തിയതിൽ നിന്ന് എന്താണോ നമുക്ക് നേടിയെടുക്കേണ്ടത് എന്ന് മനസ്സിലാക്കി അത് നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ്, പ്ലാനിങ് ആണ് നമ്മൾ നടത്തേണ്ടത്. Once the PR team has assembled
the raw data, it is time to enter the planning stage. Planning is the determination of goals for an organization and outlining of the means to achieve them. Planning would include the means of communication to be adopted, an estimate of the cost and the requirements of manpower. പ്ലാനിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടെത്തിയ കാര്യങ്ങളെ വർക്കൗട്ട് ചെയ്ത് അതിന് കൃത്യമായൊരു രൂപരേഖ ക്രിയേറ്റ് ചെയ്ത് അതെങ്ങനെ പ്രാവർത്തികമാക്കണമെന്ന് നമ്മൾ തീരുമാനിക്കുന്നതിനെയാണ് പ്ലാനിംഗ് എന്ന് പറയുന്നത്. ഈ പ്ലാനിങ്ങിൽ നിങ്ങൾ ബേസിക്കായിട്ടും ചെയ്യേണ്ട കാര്യം, ഒന്ന്, നമ്മൾ ഏതൊക്കെ മാർഗങ്ങൾ ആണ് ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നത്. രണ്ട്, ഒരു ടോട്ടൽ എസ്റ്റിമേറ്റ് എത്രയാണ് നമ്മൾ ഈ പറയുന്ന പ്രൊജക്റ്റിന് ചിലവാക്കേണ്ടി വരും. മൂന്ന്, എത്രത്തോളം മാൻ പവർ ഇതിനു വേണ്ടി യൂസ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ എത്ര ആളെ ഈ ടീമിലേക്ക് നമുക്ക് ഇത് പ്രാവർത്തികമാക്കിയെടുക്കാൻ ആവശ്യം വരും എന്നുള്ളത് ഉൾപ്പെടെയുള്ള പ്ലാനിംഗ് ആണ് ഇതിലൂടെ നടക്കേണ്ടത്. തേർഡ് വൺ, ഇംപ്ലിമെൻറ്റേഷൻ. പ്ലാനിങ് കഴിഞ്ഞാൽ നാച്ചുറലി അടുത്തത് ഇംപ്ലിമെൻറ്റേഷൻ തന്നെയായിരിക്കും. പ്ലാൻസ് ആർ ഡിസൈൻഡ് ടു ബി എക്സിക്യൂട്ടഡ്. The plans should define the target audience, media and other means required to influence the audience. Without defining the audience very precisely, the message will not reach the target audience and the exercise will turn out to be futile. നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ ഏതൊരു പ്ലാനിങ്ങും നടക്കുന്നത് എക്സിക്യൂട്ട് ചെയ്യാൻ തന്നെയാണ്, ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ തന്നെയാണ്. പക്ഷേ ഈ പ്ലാനിങ്ങിൽ നമ്മൾ കൃത്യമായിട്ട് ആരാണ് നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസ്, ആരിലേക്കാണ് ഈ വിവരം എത്തേണ്ടത് എന്നുള്ളത് ആദ്യം തീരുമാനിക്കപ്പെടണം. ഏത് മീഡിയയിലൂടെ നമ്മൾ നമ്മുടെ പബ്ലിക് റിലേഷൻ നടത്തണം, ദെൻ എന്തൊക്കെയാണ് ഓഡിയൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധ്യതയുള്ളത്. ഇത്രയും കാര്യങ്ങൾ ആദ്യമേ നമ്മൾ കണ്ടുവച്ചില്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളൊക്കെ വേസ്റ്റായി പോകും. എന്തുകൊണ്ടാണ് വേസ്റ്റ് ആവും എന്ന് പറയാൻ കാരണം, നമ്മൾ വിചാരിച്ച റിസൾട്ട് ഇതിൽ നിന്ന് ഉണ്ടാക്കാനായിട്ട് നമുക്ക് പറ്റില്ല. അപ്പോൾ ഇത് ആദ്യമേ തന്നെ നമുക്ക് കൃത്യമായിട്ട് ഡിവൈഡ് ചെയ്ത് പറയാൻ പറ്റണം. ഇന്ന ഏജ് ഗ്രൂപ്പിൽപ്പെട്ട ഇന്ന ആളുകളാണ് നമ്മളുടെ ഓഡിയൻസ്, അവരിലേക്കാണ് നമുക്ക് ഈ ഇൻഫർമേഷൻ എത്തിക്കേണ്ടത്. അവരേറ്റവും കൂടുതൽ കാണുന്നത് കമ്പ്യൂട്ടർ അല്ലെങ്കിൽ മൊബൈലാണ്. അപ്പോൾ ഓൺലൈൻ മീഡിയ ഉപയോഗിച്ചാൽ അവരിലേക്ക് കൂടുതൽ കാര്യക്ഷമമായിട്ട് എത്താൻ പറ്റും. ഇത് ആദ്യമേ തന്നെ അനലൈസ് ചെയ്ത് വെക്കണം. ഇല്ലാതെ ഏതൊരു പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോയാലും യാതൊരു വിധത്തിലുള്ള ഉപകാരമില്ല. ഫോർത്ത് വൺ, ഇവാലുവേഷൻ. ഏതൊരു പ്രവൃത്തി ചെയ്തു കഴിഞ്ഞാലും അതിൻ്റെ റിസൾട്ട് ഇവാലുവേറ്റ് ചെയ്യണം. നമ്മൾ ചെയ്തതുകൊണ്ട് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടായോ എന്നറിയണ്ടേ. എവറി പ്രോഗ്രാം ഡിസേർവ്സ് ആൻഡ് റിക്വയേഴ്സ് അനാലിസിസ്. ഇഫ് പ്ലാനിംഗ് ഈസ് ഇമ്പോർട്ടൻറ്റ്, സോ ഈസ് ദി ഇവാലുവേഷൻ ഓഫ് ഹൗ ദ പ്ലാൻ വർക്ക്ഡ്. ദിസ് ഈസ് ദി വേ to benefit from errors and triumphs, avoid repetition of mistakes and concentrate on things that work. എന്തിന് ഇവാലുവേഷൻ? ഒരു കാര്യം ചെയ്തു അത്രയും പോരാ. നമ്മളൊരു കാര്യം ചെയ്താൽ അത് എത്രത്തോളം ഫലപ്രാപ്തിയിലേക്ക് എത്തിക്കാൻ നമുക്ക് കഴിഞ്ഞു എന്നുള്ളതിൻ്റെ ഒരു അനാലിസിസ് നമുക്ക് കിട്ടണം. അതിനാണ് ഇവാലുവേഷൻ നടത്തുന്നത്. 3 വർഷത്തെ ഡിഗ്രിക്കിടയിൽ പരീക്ഷകൾ നടത്തുന്നത് എന്തിനു വേണ്ടിയിട്ട്? പരീക്ഷ ഞങ്ങൾ പഠിപ്പിച്ച കാര്യം നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ആ ചോദ്യങ്ങൾ ചോദിച്ച് നിങ്ങളെ കൊണ്ട് എഴുതിക്കുന്നത്. അതൊരു ഇവാലുവേഷനാണ്. നമ്മളുടെ പ്രവർത്തനം ഫലപ്രാപ്തിയിലെത്തിയോ എന്നുള്ള ഇവാലുവേഷനാണ്. ഫലപ്രാപ്തിയിലെത്തിയിട്ടില്ല എന്ന് മനസ്സിലായാൽ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് പറ്റിയ മിസ്റ്റേക്ക് എവിടെയാണെന്ന് തിരിച്ചറിയും, അതടുത്ത പ്രാവശ്യം ഒഴിവാക്കും. ആവർത്തനം വരാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കും, റെപ്പിറ്റേഷൻ ഒഴിവാക്കും. ഇതൊക്കെ മനസ്സിലാവണമെങ്കിൽ നിർബന്ധമായിട്ടും പ്ലാനിങ്ങും ഫാക്ട് ഫൈൻഡിങ്ങും എക്സിക്യൂഷനും കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവാലുവേഷൻ കൂടി നമ്മൾ നടത്തിയിരിക്കണം. അപ്പോഴാണ് ഇതിൻ്റെ PR വർക്കിൻ്റെ പൂർണ്ണതയിലേക്ക് ഇത് എത്തുന്നുള്ളൂ. അപ്പാർട്ട് ഫ്രം ദിസ് 4 important function, there are many other roles that a PR team should carry out in an organization. They are following. ഇത് 4 മെയിനായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫങ്ഷൻ. ഇനി ഇത് കൂടാതെ ഇതിൻ്റെ കൂടെ ചെയ്യേണ്ട മറ്റു പല കാര്യങ്ങളുണ്ട്. അഡ്വൈസറി റോൾ, ഉപദേശകൻ്റെ റോൾ എടുക്കണം. എന്തിനു വേണ്ടി? ദ PR ടീം ഹാസ് ആൻ
advisory role towards the top management about the internal and external developments that are likely to affect the reputation of the organization. ഇപ്പോൾ ഒരു ഹോസ്പിറ്റലാണെന്ന് വിചാരിക്കും നമ്മുടെ ഓർഗനൈസേഷൻ. അവിടെ PR ടീമിന് എന്താണ് അഡ്വൈസറി ചാലഞ്ച് ഉണ്ടായിരിക്കുക? അവർ ചെയ്യേണ്ടത് ഇൻറ്റേർണലോ എക്സ്റ്റേണലോ ആയിട്ടുള്ള, ഇപ്പോൾ ഒരു രോഗിയുടെ ബന്ധുക്കൾ ആ രോഗി മരിച്ചതിൻ്റെ പേരിൽ ഹോസ്പിറ്റലിനെതിരെ തിരിയുകയാണെങ്കിൽ അവിടെ ഹോസ്പിറ്റൽ എടുക്കേണ്ട ചില ടാക്ടിക്സ് ഉണ്ട്. രോഗി ഇവിടെ വരുമ്പോഴേ ഇന്ന പേഷ്യൻ്റ് ആയിരുന്നു, അത് മൂർധന്യാവസ്ഥയിലെത്തിയതിനെ കൺട്രോൾ ചെയ്യാൻ കഴിയാത്തത് കൊണ്ടാണ് രോഗിയുടെ മരണത്തിനിടയായത്. ഇത് പറഞ്ഞ് ഫലിപ്പിച്ചെടുക്കാൻ നമുക്ക് പറ്റണം. നമ്മുടെ ഭാഗത്ത് തെറ്റ് സംഭവിച്ചിട്ടില്ലെങ്കിൽ അപ്പോൾ അതിന് വേണ്ട അഡ്വൈസസ് മാനേജ്മെൻറ്റിന് കൊടുക്കണം. നമ്മുടെ ഭാഗത്തല്ല തെറ്റ് പറ്റിയതെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ നമ്മൾ ഇങ്ങനെ പറയണം, അങ്ങനെ പറയണം, അതിന് ഈ തെളിവ് കൊടുക്കണം, ആ തെളിവ് കൊടുക്കണം. ഇതാണ് അഡ്വൈസറി റോൾ എന്ന് പറയുന്നത്. അതിന് ഏതെങ്കിലും ഒരു ഫേമിലാണെങ്കിൽ, കമ്പനിയിലാണെങ്കിൽ ജീവനക്കാരുടെ ഇടയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ കമ്പനിക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കാം PR ടീമിന്. അതിങ്ങനെ മാറ്റം വരുത്തി കഴിഞ്ഞാൽ കമ്പനിയുടെ സ്റ്റാഫ് നമ്മോടൊപ്പം നിൽക്കും. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ അവരെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ പറ്റും. ഇങ്ങനെയാണ് അഡ്വൈസറി റോള് കൈകാര്യം ചെയ്യേണ്ടത്. കണ്ടക്ടിങ് ഇമേജ് സർവേസ്. The PR team should organize periodical image surveys within and outside the organization to assess people's attitude towards the organization. നമ്മളുടെ PR ടീം കൃത്യമായിട്ട് സർവേ നടത്തിക്കൊണ്ടിരിക്കണം. ഒരാഴ്ചയിൽ അല്ലെങ്കിൽ ഒരു മാസം കൂടുമ്പോൾ സർവേ നടത്തുക. എന്തിനു വേണ്ടി? ജനങ്ങളുടെയും ഓർഗനൈസേഷനും തമ്മിലുള്ള ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണെന്ന് കണക്കലാക്കാൻ വേണ്ടി, മനസ്സിലാക്കാൻ വേണ്ടി, അതിൻ്റെ ഒരു അളവെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം പീരിയോഡിക്കൽ സർവേസ് നടത്തുന്നത്. മെയിൻറ്റൈനിങ് കോണ്ടാക്ട്സ്. PR team has to identify and to establish contact with cross section of important external public like decision makers, opinion leaders, media personnel, consumer protection group, politicians, etc. സമൂഹത്തിലെ പ്രധാനികളായിട്ട് ഒരു കോണ്ടാക്റ്റ് നിലനിർത്തണം. എന്തിനു വേണ്ടിയിട്ടാണ്? ആരെ കൊണ്ടാണ് ഏതെങ്കിലും ഒരു ഇഷ്യൂ സോൾവ് ചെയ്യേണ്ട സമയത്ത് ഉപകാരപ്പെടുക എന്നുള്ളത് നേരത്തെ പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പം നമുക്ക് എല്ലാ മേഖലയിലുള്ളവരുമായിട്ട് ഒരു അറ്റാച്ച്മെൻറ്റ് ക്രിയേറ്റ് ചെയ്ത് വെക്കുക. അങ്ങനെ ക്രിയേറ്റ് ചെയ്ത് വെച്ചാൽ അവരെ കൂടി ഉപയോഗിച്ചുകൊണ്ട് അടുത്തൊരു പ്രശ്നം വരുന്ന സമയത്ത് കമ്പനിയുടെ മുഖം രക്ഷിക്കാനായിട്ട് നമുക്ക് പറ്റും. റൈറ്റിംഗ് റിപ്പോർട്ട്സ്. PR team should write reports, news releases, booklets, magazine articles and product information. ഒരു കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട റൈറ്റപ്സിൻ്റെ ഒക്കെ ഉത്തരവാദിത്തം PR ടീമിനാണ്. ന്യൂസ് മീഡിയാസിലേക്ക് പോകേണ്ട പ്രസ് റിലീസ്, അതുപോലെ തന്നെ 6 മാസം 5 മാസം കൂടുമ്പോഴുള്ള റിപ്പോർട്ടുകൾ, കമ്പനിയുടെ മൊത്തം പെർഫോമൻസിനെ കുറിച്ചുള്ള റിപ്പോർട്ട്സ്, അതുപോലെ തന്നെ ബുക്ക്ലെറ്റ്സ്, കമ്പനിക്ക് അകത്ത് വിതരണം ചെയ്യാനുള്ളത്, പുറത്തെ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ളത്, ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കാനുള്ളത്. ഷെയർ ഹോൾഡേഴ്സിനെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്നാണ് വിളിക്കുക. ആ സ്റ്റേക്ക് ഹോൾഡേഴ്സിന് വിതരണം ചെയ്യാനുള്ളത്. അങ്ങനെ പലതരത്തിലുള്ള ബുക്ക്ലെറ്റുകൾ, മാഗസീനുകളൊക്കെ പ്രിപ്പയർ ചെയ്യേണ്ട ഉത്തരവാദിത്തം PR ടീമിൻ്റെലാണ്. കാരണം അവർക്കാണ് ഇവരുടെയൊക്കെ ആറ്റിറ്റ്യൂഡ് മനസ്സിലാക്കി അവരുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതുകൊണ്ട് അവരുടെ ആ ഒരു മാനസികാവസ്ഥ കൂടി കണക്കിലെടുത്ത് അത്തരം റൈറ്റപ്പുകൾ നന്നായിട്ട് എഴുതാനായിട്ട് പറ്റുള്ളൂ. 5th വൺ, എഡിറ്റിംഗ്. ആ കമ്പനിയിൽ വരുന്ന ഏതൊരു പ്രിൻറ്റിങ് മെറ്റീരിയൽസിൻ്റെയും എഡിറ്റിംഗ് നടത്തേണ്ട ഉത്തരവാദിത്തം PR-നാണ്. കാരണം പുറത്തേക്ക് പോകാനുള്ളതാണെങ്കിൽ അതിൽ ഒരു വിധത്തിലുള്ള തെറ്റും വരാതിരിക്കാൻ നോക്കേണ്ടത്, കമ്പനിയുടെ റെപ്യൂട്ടേഷനെ ബാധിക്കാതിരിക്കാൻ നോക്കേണ്ടത് PR ടീമിൻ്റെ ഉത്തരവാദിത്തമാണ്. ബിഗ് കമ്പനീസ് ആൻഡ് ഓർഗനൈസേഷൻ റെഗുലർലി ബ്രിങ് ഔട്ട് ന്യൂസ് ലെറ്റർ, എംപ്ലോയീസ് പബ്ലിക്കേഷൻ, ഷെയർ ഹോൾഡേഴ്സ് റിപ്പോർട്ട്, etc. The PR team is entrusted with the task of editing and publishing them. അപ്പോൾ ഒരു വലിയ വലിയ കമ്പനികളെ സംബന്ധിച്ചിടത്തോളം എല്ലാ ആഴ്ചയിലും എല്ലാ മാസത്തിലും എന്ന് പറഞ്ഞോണം ബുക്ക്ലെറ്റ്സ്, ന്യൂസ് ലെറ്റേഴ്സൊക്കെ പുറത്തു വരും. അതിലൂടെ കമ്പനിയുടെ പേരിന് കോട്ടം സംഭവിക്കാതെ പിടിച്ചു നിർത്തുകയും നല്ലൊരു ഗുഡ് വില്ല് അതിലൂടെ ക്രിയേറ്റ് ചെയ്തെടുക്കുകയും ചെയ്യേണ്ട ഭാരിച്ച ഉത്തരവാദിത്തം ഈ പറയുന്ന ആരിലാണ്?
നമ്മൾ ഈ പറഞ്ഞ PR ടീമിൻ്റെ കയ്യിലാണ്. അതുകൊണ്ട് എഡിറ്റിംഗ് എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രൊട്ടക്ഷൻ ഓഫ് ബുക്ക്ലെറ്റ്സ് ആൻഡ് ബ്രോഷേഴ്സ് എക്സെട്ര നേരത്തെ പറഞ്ഞതാണ്. അവരത് വീണ്ടും അടുത്തൊരു ഡ്യൂട്ടി ആയിട്ട് കാണിച്ചിരിക്കുകയാണ്. ഇറ്റ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് ദ പബ്ലിക് റിലേഷൻ ടീം ടു പ്രൊഡ്യൂസ് ബുക്ക്ലെറ്റ്സ്, ബ്രോഷേഴ്സ് ആൻഡ് അതർ പബ്ലിക്കേഷൻ ഫോർ ജനറൽ ഡിസ്ട്രിബ്യൂഷൻ. പുറത്തേക്ക് കൊടുക്കാനുള്ള എല്ലാത്തിൻ്റെയും അത് റൈറ്റിംഗ് റിപ്പോർട്ട്സ് പോലെ തന്നെയുള്ളൊരു വിഭാഗമായിട്ട് കൂട്ടിയാൽ മതി. പക്ഷെ നിങ്ങൾക്ക് പോയിൻ്റ് വൈസ് പോയിൻ്റായിട്ട് എഴുതുമ്പോൾ കൂടുതൽ പോയിൻ്റ് കിട്ടാനായിട്ട് ഇത് ഉപകരിക്കും. പ്രിപ്പറേഷൻ ഓഫ് പ്രസ് റിലീസസ് നേരത്തെ എഡിറ്റിങ്ങിൽ പറഞ്ഞതാണ് പ്രസ് റിലീസിൻ്റെ കാര്യം. പിന്നെ വീണ്ടും പ്രസ് റിലീസ് ഇവരാണ് ഉണ്ടാക്കേണ്ടതെന്ന് എടുത്തു പറയേണ്ട കാര്യമില്ല. പ്രസ് റിലീസസ് ഫോർ ദി മീഡിയ ആർ ടു ബി പ്രിപ്പയർഡ് ബൈ PR ടീം. ഓർഗനൈസിംഗ് പ്രസ് കോൺഫറൻസസ് ആൻഡ് പ്രസ് പാർട്ടീസ് ആർ ഓൾസോ ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻ. പ്രസ് റിലീസ് മാത്രം ക്രിയേറ്റ് ചെയ്താൽ പോരാ. കമ്പനിക്ക് ഏതെങ്കിലും ഒരു കാര്യം മാധ്യമങ്ങളെ വിളിച്ചു പറയാനുണ്ടെങ്കിൽ അത്തരത്തിലുള്ള പ്രസ് കോൺഫറൻസുകളും മാധ്യമങ്ങളുടെ മുൻപിൽ എന്തെങ്കിലും പുതിയത് അവതരിപ്പിക്കാനുണ്ടെങ്കിലുള്ള പ്രസ് പാർട്ടീസൊക്കെ അറേഞ്ച് ചെയ്യേണ്ട ഉത്തരവാദിത്വം PR ടീമിൻ്റേത് തന്നെയാണ്. ദ ഫങ്ഷൻ ഓഫ് എ PR ടീം ക്യാൻ നെവർ ബി കാറ്റഗറൈസ്ഡ് ഇൻ ടു ഫിക്സഡ് മൊഡ്യൂൾസ്. ഇറ്റ്സ് റോൾ ആൻഡ് റെസ്പോൺസിബിലിറ്റി ആർ ജനറലി എക്സ്പാൻഡിങ്. എവറി അവൈലബിൾ മീൻസ് including conventional and non-conventional methods should be used to establish favorable opinion towards the organization. ഇതിനെ കൃത്യമായിട്ട് നമുക്കിങ്ങനെ പല പല വിഭാഗങ്ങളായിട്ട് തരംതിരിക്കാനൊന്നും പറ്റില്ല. എങ്കിലും ഓവറോൾ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ദിനം പ്രതി കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് അവൈലബിൾ ആയിട്ടുള്ള മീൻസിനെ ഉപയോഗിച്ചുകൊണ്ട് കൺവെൻഷനലും നോൺ കൺവെൻഷനലുമായിട്ടുള്ള മെത്തേഡിലൂടെ കമ്പനിക്ക് അനുകൂലമായിട്ടുള്ളൊരു നിലപാട് ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഇവരുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഇനി ടൂൾസ് ഓഫ് പബ്ലിക് റിലേഷൻ. എ മോഡേൺ ഓർഗനൈസേഷൻ ഈസ് എ ലിവിങ് എൻറ്റിറ്റി. ഇറ്റ്സ് ഒബ്ജക്റ്റീവ്സ് ആൻഡ് ആക്ടിവിറ്റീസ് റിഫ്ലക്റ്റ് ദി സൊസൈറ്റി ഇൻ വിച്ച് ഇറ്റ് ഓപ്പറേറ്റ്സ്. ടു സ്മൂത്തൻ ദ പ്രോസസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ and to build up a good image of the organization, the PR practitioner should use the media tools available. These tools can be broadly classified into external and internal. അപ്പോൾ ഒരു ഒബ്ജക്റ്റീവ് നമുക്ക് നേടിയെടുക്കണമെങ്കിൽ, നമ്മുടെ ലക്ഷ്യം നമുക്ക് നേടിയെടുക്കണമെങ്കിൽ നമുക്ക് ചില ആക്ടിവിറ്റീസ് ആവശ്യമായിട്ട് വരും. ഈ ആക്ടിവിറ്റീസ് ജനങ്ങളുടെ ഉള്ളിലേക്ക് എത്തിക്കാൻ ചില മീഡിയാസിൻ്റെ സഹായം ആവശ്യമായിട്ട് വരും. അപ്പോൾ അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ചില ടൂളുകളുണ്ട്. ആ ടൂളുകൾ ഏതൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. മെയിനായിട്ട് 2 വിഭാഗമായിട്ടാണ് ഈ ടൂളുകളെ തരംതിരിച്ചിരിക്കുന്നത്. ഒന്ന് എക്സ്റ്റേണൽ ടൂൾസും മറ്റൊന്ന് ഇൻറ്റേർണൽ ടൂൾസും. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു എക്സ്റ്റേണലും ഇൻറ്റേർണലും നമ്മൾ ഈ ക്ലാസ്സിൽ തന്നെ ചർച്ച ചെയ്യുന്നു. പക്ഷേ നമ്മൾ ഈ ക്ലാസ്സിൽ എക്സ്റ്റേണൽ മാത്രമേ ചർച്ച ചെയ്യുന്നുള്ളൂ. ഇൻറ്റേർണൽ ടൂൾസ് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിലാണ് ചർച്ച ചെയ്യുക. അപ്പോൾ നമുക്ക് എക്സ്റ്റേണൽ മീഡിയ ഏതൊക്കെയാണെന്ന് അല്ലെങ്കിൽ എക്സ്റ്റേണൽ ടൂൾസ് ഏതൊക്കെയാണെന്ന് നോക്കാം. External tools. The media most relevant to public relation are the mass media, newspaper and magazines, radio and television, and increasingly the internet. ഇന്ന് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്നത് മാസ് മീഡിയകളെ തന്നെയാണ്. അതിൽ പ്രധാനപ്പെട്ടത് TV, റേഡിയോ, ടെലിവിഷൻ, ന്യൂസ് പേപ്പർ, മാഗസിൻ, ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് ഇൻ്റർനെറ്റും. The media constitutes a nation's public information system where the PR practitioner plays an important role by disseminating information. These media allow communicators to reach at low cost large numbers of people who have already chosen to purchase or consume that paper or magazine or program. To reach this audience via the mass media involves having your message selected for inclusion by journalists. Let us examine the media option available to public relation practitioner and how best they can use it to achieve the various communication goals. Choice of publicity media will, however, depends on the needs of organization and aim of publicity, types of audience to be reached, the aims of publicity and the available budget. ഇവിടെ നമ്മൾ ഓരോന്നിനെയും സെപ്പറേറ്റ് ആയിട്ട് നോക്കാൻ പോവുകയാണ്.
നമ്മളിപ്പോൾ പറഞ്ഞ മീഡിയകളൊക്കെ തന്നെ. പക്ഷേ ഇതിനകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമെന്ന് പറയുന്നത് ഇവിടെ നമുക്ക് ലഭ്യമാകുന്ന മീഡിയ ഓപ്ഷൻസ് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കി അതിലൂടെ നമ്മളുടെ പബ്ലിക് റിലേഷൻ എങ്ങനെ ജനങ്ങളിലേക്ക് എത്തിക്കാം, നമ്മളുടെ ഗോൾസ് എങ്ങനെ അച്ചീവ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ പബ്ലിസിറ്റിക്ക് വേണ്ട കാര്യങ്ങളും നമ്മളുടെ ബഡ്ജറ്റിൽ ഒതുങ്ങി നിൽക്കുന്ന രീതിയിലേക്ക് ഏത് മീഡിയയാണ് കാര്യക്ഷമമായി ഉപയോഗിക്കാൻ സാധിക്കുക എന്നുള്ളത് തിരിച്ചറിയുക എന്നുള്ളതാണ് ആദ്യം വേണ്ടത്. നമുക്ക് പറയേണ്ട കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തണം, നമ്മുടെ ടാർഗറ്റഡ് ഓഡിയൻസ് കേൾക്കണം. ആ കേട്ടാൽ മാത്രം പോരാ, അത് വർക്കൗട്ട് ചെയ്യപ്പെടണം. ഒപ്പം ഈ 3 കാര്യങ്ങളും നമ്മളുടെ ബഡ്ജറ്റിനുള്ളിൽ നിൽക്കുകയും വേണം. നമ്മുടെ കയ്യിൽ ടി വിയിൽ കൊടുക്കാനുള്ള പരസ്യത്തിനുള്ള പൈസ ഇല്ലെങ്കിൽ നമ്മൾ ന്യൂസ് പേപ്പറാണ് ചൂസ് ചെയ്യേണ്ടത്. ന്യൂസ് പേപ്പറിനുള്ള പൈസ ഇല്ലെങ്കിൽ മറ്റ് വില കുറഞ്ഞ മാർഗങ്ങൾ ഏതാണോ അത് സ്വീകരിക്കണം. മാർഗം ഏതാണെന്നുള്ളതല്ല ഇവിടുത്തെ വിഷയം, നമ്മളുടെ മുൻപിൽ ലക്ഷ്യം മാത്രമേ ഉള്ളൂ. സോ ആദ്യത്തെ കാറ്റഗറി എക്സ്റ്റേണൽ ടൂൾസിൽ ഫസ്റ്റ് വൺ പ്രസ് എന്ന് പറഞ്ഞാൽ പബ്ലിക്കേഷൻസ് ഏതുമാകും. ഇൻ ദ ലൈഫ് ഓഫ് ആൻ ഓർഗനൈസേഷൻ the press plays a significant role. The print media enable an organization to reach out to various categories of public. If used well, the press can play a contemporary role in creating a favorable image. But if mishandled, it can damage the image of an organization. Publicity through the press is a popular and effective tool with maximum impact. The government, public and private sectors and non-profit organizations use columns of newspaper to disseminate information to their publics. ജനങ്ങളിലേക്ക് എത്തിച്ചേരാൻ ഏറ്റവും എളുപ്പമുള്ള മാർഗം, എന്നാൽ ഏറ്റവും ഇഫക്റ്റീവായിട്ടുള്ള മാർഗം ന്യൂസ് പേപ്പറാണ്. കാരണം ന്യൂസ് പേപ്പറിലൊരു കോളം പർച്ചേസ് ചെയ്യുന്നതോടെ നമുക്ക് കൃത്യമായിട്ട് ജനങ്ങളുടെ ഉള്ളിലേക്ക് നമ്മളുടെ ആശയം എടുത്തു വയ്ക്കാനായിട്ട് പറ്റും. അതുകൊണ്ടാണ് പബ്ലിക് റിലേഷനെ ഏറ്റവും കൂടുതലായിട്ട് ന്യൂസ് പേപ്പറിനെ ആശ്രയിക്കുന്നത്. അത് ഗവൺമെൻറ് ആയാലും ഓർഗനൈസേഷൻസ് ആയാലും നോൺ പ്രോഫിറ്റിംഗ് ഓർഗനൈസേഷൻസ് ആയിട്ടുള്ള NGOകളായാൽ ഉൾപ്പെടെ പത്രത്തിന് ഇന്നും പ്രാധാന്യം കിട്ടുന്നതിൻ്റെ കാരണം ചീപ്പ് റേറ്റിൽ മാക്സിമം ഔട്ട്പുട്ട് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ നമ്മൾ ആ ഒരു കോളം കൃത്യമായിട്ട് വിനിയോഗിച്ചാൽ നമുക്ക് വേണ്ട റിസൾട്ട് നമുക്ക് ന്യൂസ് പേപ്പറിലൂടെ ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. എ സ്റ്റോറി ഓർ ഫീച്ചർ ദാറ്റ് ഹാസ് നോ റിലവൻസ് ടു റീഡേഴ്സ് ക്യാൻ ഹാർഡ്ലി ഫൈൻഡ് എ പ്ലേസ് ഇൻ എ ന്യൂസ് പേപ്പർ. ടു ബി പബ്ലിഷ്ഡ് എ ന്യൂസ് സ്റ്റോറി മസ്റ്റ് കണ്ടെയ്ൻ ഇൻഫർമേഷൻ ദാറ്റ് ആൻ എഡിറ്റർ റിഗാർഡ്സ് ആസ് ന്യൂസ് ഓഫ് ഇൻട്രസ്റ്റ് to a substantial number of readers. A PR professional should ensure that stories and features handed over to the media have real news values. ഇവിടെ നമ്മളൊരു PR പ്രൊഫഷണൽ ആണെങ്കിൽ നമ്മൾ ഉറപ്പുവരുത്തണം നമ്മൾ മീഡിയയ്ക്ക് കൈമാറുന്നതിൽ റിയൽ ആയിട്ടുള്ള ന്യൂസ് വാല്യൂ ഉണ്ട് എന്ന് ഉറപ്പാക്കാൻ നമുക്ക് പറ്റണം. അങ്ങനെ ഉറപ്പാക്കാൻ നമുക്ക് പറ്റിയില്ലെങ്കിലുള്ള പ്രശ്നം അവരത് ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. ന്യൂസ് പേപ്പറിനെ നല്ല രീതിയിൽ ഉപയോഗിച്ചാൽ ന്യൂസ് പേപ്പറിനെ കൊണ്ട് വളരെ നല്ല ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യിക്കാൻ പറ്റും. അതേസമയം നമ്മളുടെ ഉപയോഗത്തിൽ എന്തെങ്കിലും ഒരു പാളിച്ച സംഭവിച്ചാൽ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള റിയാക്ഷൻ ആയിരിക്കും ന്യൂസ് പേപ്പറിലെ ഈ ഒരു പാസേജിലൂടെ നമ്മളുടെ കമ്പനിക്ക് കിട്ടാൻ പോകുന്ന റെപ്യൂട്ടേഷൻ. അപ്പോൾ ഉപയോഗിക്കുമ്പോൾ വളരെ സൂക്ഷിക്കണം. എന്നാൽ ലോ കോസ്റ്റ് ആണ്, മാക്സിമം ഇമ്പാക്റ്റ് ആണ്. സെക്കൻഡ് വൺ, ടെലിവിഷൻ. ടെലിവിഷൻ ഹാസ് ഇമ്മൻസ് സ്കോപ്പ് ആസ് എ പബ്ലിസിറ്റി മീഡിയം, എ മീഡിയം വിച്ച് അലൗസ് ദ യൂസ് ഓഫ് പ്രിൻറ്റഡ് വേർഡ്സ്, സ്പോക്കൺ വേർഡ്സ്, പിക്ചേഴ്സ് ഇൻ മോഷൻ, കളർ, മ്യൂസിക്, ആനിമേഷൻ ആൻഡ് സൗണ്ട് ഇഫക്റ്റ് all blended into one. With satellite and digital communication possibilities, the impact of television is pervasive, worldwide and powerful. ന്യൂസ് പേപ്പറിൽ കൊടുക്കുന്നതിന് ഇമ്പാക്റ്റ് ഉണ്ടെന്ന് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. പക്ഷെ ഇവിടെ അടുത്തൊരു മെച്ചം പറയാം. ടെലിവിഷൻ ആണെങ്കിൽ
അവിടെ 4 രീതിയിലുള്ള ഇമ്പാക്റ്റാണ്. ഒന്നാമത്തേത് സ്പോക്കൺ വേർഡ്സ്, അത് റിട്ടൺ ആയാലും സ്പോക്കൺ ആയാലും ആക്സസ് ചെയ്യും. ഗ്രാഫിക്സ് ആൻഡ് ഡിസൈൻ, അതുപോലെ തന്നെ സൗണ്ട് ഇഫക്റ്റ്, മറ്റ് സൗണ്ട് ഇഫക്റ്റുകൾ, ആൻഡ് സാറ്റലൈറ്റ് ആൻഡ് ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ പോസിബിലിറ്റീസ്. ഇതൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് ജനങ്ങളെ മാക്സിമം തൃപ്തിപ്പെടുത്താൻ പറ്റും. കാരണം എഴുതിയ അക്ഷരങ്ങളിലൂടെ മാത്രമല്ല കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, പിക്ചറിലൂടെ, മൂവിങ് പിക്ചറിലൂടെ, സൗണ്ട് ഇഫക്റ്റിലൂടെ നമുക്ക് നമ്മളെക്കുറിച്ച് പറയാനുള്ളത് ജനങ്ങളുടെ അടുത്തേക്ക് എത്തിക്കുകയാണ്. അതിനുശേഷം എന്തു ചെയ്യുന്നു? ലോകമാസകലം വേൾഡ് വൈഡായിട്ട് നമുക്കൊരു അപ്രിസിയേഷൻ കിട്ടാൻ, നമുക്കൊരു ആക്സെപ്റ്റൻസ് കിട്ടാനായിട്ട് ഇത് കാരണമായിത്തീരുന്നു. ടെലിവിഷൻ പോലെ ഒരു വേൾഡ് വൈഡ് സ്റ്റേജ് നമുക്ക് ഒരുക്കി തരാൻ ഇൻ്റർനെറ്റിന് മാത്രമേ പിന്നെ പറ്റുള്ളൂ. ന്യൂസ് പേപ്പർ എന്ന് പറഞ്ഞാൽ അതൊരു ലിമിറ്റഡ് ഏരിയയിലേക്ക് മാത്രമാണ്. അവിടെ വേൾഡ് വൈഡ് പോയിട്ട് ഒരു സ്റ്റേറ്റ് വൈഡ് പോലുള്ള പ്രൊജക്ഷൻ കിട്ടുന്നില്ല. അതാണ് ടെലിവിഷൻ്റെ മാറ്റം. ബോത്ത് ദ പബ്ലിക് റിലേഷൻ പ്രാക്ടീഷണേഴ്സ് ആൻഡ് ദി മാസ് മീഡിയ ഡിപ്പെൻഡ് ഓൺ ഈച്ച് അതർ ഫോർ ന്യൂസ്. Depending on the occasion, the public relation practitioner can approach a TV news channel with a news release of his organization, and similarly, a TV reporter can approach a PR practitioner for news stories. ടെലിവിഷനും പി ആറും തമ്മിലുള്ള ഏറ്റവും അഭേദ്യമായിട്ടുള്ളൊരു ബന്ധത്തെക്കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുന്നവരാണ്. ചില സമയങ്ങളിൽ പി ആർ ഏജൻറ്റ് ന്യൂസ് ടി വിയിലേക്ക് ടി വി ന്യൂസിലേക്ക് ചെന്ന് അവർക്കൊരു വാർത്ത അങ്ങോട്ട് കൊടുക്കാമെന്ന് പറഞ്ഞ് ചെല്ലുന്ന അവസരമുണ്ടോ? എന്നാൽ ചില സാഹചര്യങ്ങളിൽ ടി വിയുടെ ആളുകൾ പി ആർ പ്രാക്ടീഷണേഴ്സിനെ അന്വേഷിച്ച് വരും. നിങ്ങളെക്കുറിച്ച് എന്തെങ്കിലും ഞങ്ങൾക്ക് കൊടുക്കാനായിട്ട് ഉണ്ടാവുമോ? അതുണ്ടെങ്കിൽ ഞങ്ങൾ കൊടുക്കാൻ തയ്യാറാണ്. കാരണം അവരുടെ കയ്യിൽ കണ്ടൻറ്റ് അവൈലബിൾ ഇല്ല. ആ കണ്ടൻറ്റിൻ്റെ ലാക്കാണ് ഇവരെ ടി വിക്കാരെ പി ആർ പ്രാക്ടീഷണേഴ്സിൻ്റെ അടുത്തേക്ക് കൊണ്ടു ചെല്ലുന്നു. അപ്പോൾ ഇവർ തമ്മിലൊരു ഇൻ്റർ കണക്ഷൻ ഉണ്ട്. ഇവർ ഇവിടെ നിന്ന് ഇല്ലാത്തപ്പോൾ അങ്ങോട്ട് കൊടുക്കും, അവിടെ ഇല്ലാത്തപ്പോൾ ഇങ്ങോട്ടും കൊടുക്കുന്ന ഒരു സാഹചര്യം. വിത്ത് ദി അറൈവൽ ഓഫ് കേബിൾ ആൻഡ് സാറ്റലൈറ്റ് ടെലിവിഷൻ ചാനൽ ആൻഡ് ദ ഗ്രോയിങ് കോമ്പറ്റീഷൻ എമംഗ് ടെലിവിഷൻ കമ്പനീസ്, ദ പബ്ലിസിസ്റ്റ് ഇൻ ഇന്ത്യ ഹാസ് അൺപ്രസിഡൻറ്റഡ് ഓപ്പർച്യൂണിറ്റി ടു ക്യാഷ് ഇൻ ഓൺ ഇൻഡസ്ട്രിയൽ ന്യൂസ്, business program, development features, interviews, talks, discussion, analytical programs can all be used with great advantage besides the use of short telefilm or sponsoring of popular programs. ഇത് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇന്ന് വർദ്ധിച്ചു വരുന്ന സാറ്റലൈറ്റ് കേബിൾ ചാനലുകളുടെ കടന്നുവരവോടുകൂടി കൂടുതൽ സാധ്യതകൾ തുറന്നു കിട്ടുകയാണ്. ഇപ്പോൾ ചില കമ്പനികൾ അവരുടെ കമ്പനിയുടെ പ്രവർത്തനം ഒരു ഷോർട്ട് ഫിലിം പോലെ, ഒരു ഡോക്യുമെൻ്ററി പോലെ ആക്കിയിട്ട് ചിലപ്പോൾ ടി വി ചാനലിലൂടെ കാണിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് തോന്നും ഇത് ഒരു നല്ല കാര്യം നടക്കുന്നതിൻ്റെ ഒരു പ്രോഗ്രാമിംഗ് മാത്രമാണെന്നാണ് നമുക്ക് തോന്നുക. പക്ഷേ മിക്കപ്പോഴും അങ്ങനത്തെ പ്രോഗ്രാമുകൾ പൈസ കൊടുത്ത് ആ കമ്പനി ആ മീഡിയയെ കൊണ്ട് മനഃപൂർവ്വം ചെയ്യിക്കുന്നതായിരിക്കും. എന്തിനു വേണ്ടി? അവർക്ക് ഒരു പർട്ടിക്കുലർ ആശയം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി. ഇപ്പോൾ മാലിന്യ സംസ്കരണം ഏതെങ്കിലും ഒരു കമ്പനി ഏറ്റെടുത്ത് നടത്തിയാൽ അതിനുവേണ്ടി അവർ നടത്തുന്ന പ്രവർത്തനങ്ങൾ, അവർ കൊട്ടകൾ കൊണ്ടുവയ്ക്കുന്നു, അവരുടെ സ്റ്റാഫിനെ വെച്ച് അവർ അതിൽ നിന്ന് മാലിന്യങ്ങൾ കളക്ട് ചെയ്ത് അത് ഡിസ്പോസ് ചെയ്യുന്ന ഒരു പ്രോഗ്രാം ഒരു ഷോർട്ട് ഫിലിം പോലെ ആക്കി ഒരു ടി വി ചാനൽ കാണിക്കുകയാണ്. കാണുന്നവർക്ക് തോന്നും, ഓ ആ കമ്പനി ഇത്ര നല്ല സാമൂഹിക സേവനം ചെയ്തു, അത് ആ ടി വി ചാനൽ നമുക്ക് കാണിച്ചു തന്നു. പക്ഷേ യാഥാർത്ഥ്യം ആ കമ്പനി അങ്ങോട്ട് ടി വി ചാനലിന് പൈസ കൊടുത്ത് ഞങ്ങളിങ്ങനെ ചെയ്യുന്നുണ്ടെന്ന് ജനങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കേ എന്ന് പറഞ്ഞിട്ട് ചെയ്യുന്നതായിരിക്കും. ഇതാണ് പി ആറിൻ്റെ പ്രത്യേകത. പരസ്യമല്ല, പക്ഷെ മാക്സിമം പബ്ലിസിറ്റി കിട്ടുകയും ചെയ്യും. റേഡിയോ. വിത്ത് ദി റീച്ച് ഓഫ് റേഡിയോ ഇൻ ദി കൺട്രി ഓവർ 95% ഓഫ് ദി പോപ്പുലേഷൻ, ദിസ് മീഡിയം ഹാസ് become an important tool for the PR practitioners. Radio programs can reach a cross section of the population, especially rural folk.
റേഡിയോ എന്ന് പറയുന്നതിൻ്റെ ഉപയോഗം വളരെ കൂടുതലായിട്ട് PR വർക്കിന് വേണ്ടി ഉപയോഗിക്കാൻ തുടങ്ങിയതിൻ്റെ പ്രധാന കാരണം ഇന്ത്യയിലെ 95% വരുന്ന ആളുകൾക്കും അവൈലബിൾ ആയിട്ടുള്ള ആക്സസ് ചെയ്യാൻ പറ്റുന്ന മാധ്യമമാണ് റേഡിയോ. ലിറ്ററസി ഇല്ലാത്തതുകൊണ്ട് പത്രം വായിക്കാൻ കഴിയാത്ത ആളുകളുണ്ടായിരിക്കും. ഹെവി കോസ്റ്റ് ആയതുകൊണ്ട് TVയും കേബിളും സാറ്റലൈറ്റ് ചാനലുകളും ആക്സസ് ചെയ്യാൻ പറ്റാത്തവരുണ്ടാവും. അവരെ സംബന്ധിച്ച് എല്ലാവർക്കും അവൈലബിൾ ആയിട്ടുള്ള ആകാശവാണി പോലെ ഓൾ ഇന്ത്യ റേഡിയോ പോലത്തെ ഒരു റേഡിയോ എന്ന മാധ്യമം ഉണ്ടായാൽ അത് വളരെ ചീപ്ലി ആക്സസിബിൾ ആയതുകൊണ്ട് ഇന്ത്യയിലെ 95% ഓഫ് ദ പീപ്പിൾ ആക്സസിങ് ദിസ് മാസ് മീഡിയം. അതുകൊണ്ട് തന്നെ ഒരുപാട് PR പ്രാക്ടീഷണേഴ്സ് ഇത് അവരുടെ കൂടി PR ടൂളായിട്ട് ഇന്ന് ഉപയോഗിക്കുന്നുണ്ട്. ഇറ്റ് ഈസ് എ മൊബൈൽ മീഡിയം വിത്ത് ഫ്ലെക്സിബിലിറ്റി that no other medium can match. Radio is a mass medium which possesses the qualities of a direct personal medium as it uses the spoken word and human voice for the most part to convey messages. അപ്പോൾ ഇന്ന് ഈ റേഡിയോ എന്ന് പറയുന്ന മാസ് മീഡിയത്തിൻ്റെ ക്വാളിറ്റിയും അതുപോലെ തന്നെ ജനങ്ങളിലേക്ക് സ്പോക്കൺ വേർഡ്സിലൂടെ ഡയറക്റ്റായിട്ട് കടന്നു ചെല്ലാനും ആശയവിനിമയം നടത്താനുമുള്ള കഴിവ് മനസ്സിലാക്കി ഒരുപാട് പേര് ഇന്ന് റേഡിയോയിനെ ഒരു PR ടൂളായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇൻ പബ്ലിക് റിലേഷൻസ് പ്രാക്ടീഷണേഴ്സ് വെദർ ഫ്രം ദ പ്രൈവറ്റ് ഓർ ദി പബ്ലിക് സെക്ടർ can use radio as outlet for news about the company's performance and news development, etc. Besides news, All India Radio has a number of programs pertaining to current affairs, industry, panel discussion, etc., which can be appropriately utilized by the practitioners. In fact, radio stations, especially the local stations, look for development stories. Public relation personnel can serve as news source for the broadcasting station. Popular programs can also be sponsored by the company. ഇന്ന് ആകാശവാണി ഒരുപാട് തരത്തിലുള്ള പ്രോഗ്രാമുകൾ, അത് ന്യൂസ് മാത്രമല്ല, പാനൽ ഡിസ്കഷനും ഇൻഡസ്ട്രി റിലേറ്റഡ് ആയിട്ടുള്ള അഗ്രികൾച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള മറ്റ് കറണ്ട് അഫയേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് പ്രോഗ്രാമുകൾ ഇന്ന് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ PR പ്രാക്ടീഷണേഴ്സിന് വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് റേഡിയോ തുറന്നു കൊടുത്തിരിക്കുന്നത്. റേഡിയോയിലൂടെ മാക്സിമം ജനങ്ങളിലേക്ക് എത്താനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഇവിടെ ലഭ്യമാവുകയാണ്. അതുകൊണ്ടാണ് പബ്ലിക് റിലേഷൻ ഓഫീസേഴ്സ് റേഡിയോനെയും ഒരു പബ്ലിക് റിലേഷൻ ടൂളായിട്ട് ഉപയോഗിക്കുന്നത്. ഫോർത്ത് വൺ ഫിലിമാണ്. Film, documentaries and other promotional materials can be handy tool for dissemination of information to the public. The shift in our dependence from words to picture has made profound change in the way we think, learn and see the world. Films, documentary make a powerful impact on the audience because their audio visual qualities. സിനിമയും ഇന്ന് PR വർക്കിന് വേണ്ടി ഉപയോഗിക്കുന്നു. ഇപ്പോൾ ചില എസ്റ്റർ മെഡിസിറ്റി പോലെ, ലെക്ചർ പോലത്തെ ഹോസ്പിറ്റലുകൾ സിനിമയിൽ ആർക്കെങ്കിലും രോഗം വരുന്നുണ്ടെങ്കിൽ അവരുടെ ട്രീറ്റ്മെൻറ്റ് ആ ഹോസ്പിറ്റലിൽ കാണിക്കുന്നു. എന്നിട്ട് അവരുടെ ഹോസ്പിറ്റാലിറ്റിയും അവരുടെ സർവീസ് മൈൻഡഡ്നെസ്സൊക്കെ നമ്മളുടെ മുൻപിൽ പറയാതെ പറയുന്നു. അതുപോലെ ഏതെങ്കിലും ഒരു പ്രത്യേക ഗ്രൂപ്പ് ഒരു പ്രോഗ്രാം സ്പോൺസർ ചെയ്യുന്നതായിട്ട് കാണിക്കുന്നു. എന്നിട്ട് പറയുന്നു ആ ഗ്രൂപ്പിന് സമൂഹത്തോടുള്ള പ്രതിബദ്ധത, റിലീജിയനോടുള്ള പ്രതിബദ്ധത, സാമൂഹിക സാംസ്കാരിക സാമ്പത്തിക രംഗങ്ങളിൽ അവരുടെ കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും ഒരു ഗ്രൂപ്പിനെ നൈസായിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ പൊക്കിക്കൊണ്ടുവരും. ചിലപ്പോൾ കല്യാണമായിരിക്കും, ചിലപ്പോൾ ഹീറോ ഹോണ്ട ആയിരിക്കും, ചിലപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലത്തെ ഏതെങ്കിലും ഹോസ്പിറ്റലുകളായിരിക്കും. പക്ഷേ ആ വിഷ്വൽ ഇമ്പാക്റ്റും ആ സിനിമയുടെ ആ പ്രൊഫഷണൽ ഭംഗിയും കൊണ്ട് നമ്മൾ ഇതൊന്നും വലിയ കാര്യമായിട്ട് ശ്രദ്ധിക്കില്ല. ഇത് ഇങ്ങനെ PR വർക്കിൻ്റെ ഭാഗമാണോ അങ്ങനെയൊന്നും ചിന്തിക്കില്ല. അതിങ്ങനെ കണ്ടു, എസ്റ്റർ മെഡിസിറ്റി, ലെക്ചർ ഹോസ്പിറ്റൽ,
അതൊക്കെ അമൃത, ഇതൊക്കെ വളരെ ഫേമസ് ആയിട്ടുള്ള ഹോസ്പിറ്റലുകളല്ലേ. പക്ഷെ ഇതവർ പൈസ കൊടുത്ത് മനഃപൂർവ്വം ജനങ്ങളിത് കാണാൻ വേണ്ടിയിട്ട് ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്തതാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നില്ല. അതാണ് ഫിലിംസിനെയും PR വർക്കിനെയും ഉപയോഗിക്കുന്നു എന്ന് പറയുന്നു. ഔട്ട്ഡോർ മീഡിയ. Loud and conspicuous messages on large billboards, hoarding and colorful posters on the street corners and along the roads are powerful means to convey messages to public. The outdoor media have the unique advantage of conveying message around the clock. എപ്പോഴും നമ്മളെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കും. അതാണ് റൗണ്ട് ദ ക്ലോക്ക് എന്നുള്ള ഫ്രേസ് കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. എങ്ങനെ എപ്പോഴും ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുക? ഇപ്പം നഗരത്തിലൊരു വലിയ ഫ്ലെക്സ് ബോർഡ് വെച്ചിരിക്കുകയാണ്. കുറച്ചു കാലം മുൻപ് വരെ ആസ്റ്റർ മെഡിസിറ്റി തന്നെയാണെന്ന് തോന്നുന്നു. കളിക്കണം, കുട്ടിക്കാലം കളിച്ചു വളരാനുള്ളത്. എന്നിട്ട് അതിൻ്റെ സൈഡിൽ അല്ല ഓർത്തോ, കളിക്കുമ്പോൾ പരിക്ക് പറ്റുമെന്നുള്ളത്. ഓർത്തോ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ നമുക്കറിയാം ഓർത്തോ, മനസ്സിലാക്കിക്കോ, ഓർത്ത് വെച്ചോ എന്നുള്ള അർത്ഥം. പക്ഷെ അവരവിടെ ഉദ്ദേശിച്ച ഓർത്തോ എന്താണെന്നറിയോ? ഓർത്തോ ഡിപ്പാർട്ട്മെൻറ്റ്, എല്ല് രോഗ വിഭാഗം. ഓർത്തോ, കളിച്ചാൽ പരിക്ക് പറ്റും. അപ്പം കളിച്ചിട്ട് ആർക്കെങ്കിലും പരിക്ക് പറ്റിയാൽ നിങ്ങൾ ഓർത്തോ ആസ്റ്റർ മെഡിസിറ്റി. ഇതൊരു വലിയ ബിൽ ബോർഡായിട്ട് നഗരത്തിൻ്റെ ഏറ്റവും അട്രാക്ഷനുള്ള ഏരിയയിൽ കൊണ്ടൊക്കെയാണ്. അപ്പോൾ ഇത് കാണുമ്പോൾ ഓ ആസ്റ്റർ മെഡിസിറ്റി. അപ്പോൾ നമ്മൾ പോകുന്ന വഴിയിൽ ഒരു അപകടം കണ്ടു, അയ്യോ എല്ല് പൊട്ടിയിട്ടുന്നതുകൊണ്ട് വേഗം കൊണ്ടൊക്കോ ആസ്റ്റർ മെഡിസിറ്റിയിലേക്ക് കൊണ്ടൊക്കോ, നല്ല ട്രീറ്റ്മെൻറ്റാണ്. മിംസിലേക്ക് കൊണ്ടൊക്കോ, ലേക്ക് ഷോറിലേക്ക് കൊണ്ടൊക്കോ. ഇങ്ങനെ പറയിപ്പിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന രീതിയിൽ ഇടയ്ക്ക് ഇതിങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് നമുക്ക് കാണിച്ചു തന്നുകൊണ്ടിരിക്കുക. അതാണ് ഔട്ട്ഡോർ മീഡിയ എന്ന് പറയുന്നത്. ഓറൽ കമ്മ്യൂണിക്കേഷൻ അത് വളരെ സ്കിൽഫുള്ളായിട്ട് ഉപയോഗിക്കേണ്ട ഒന്നാണ്. കാരണം നമ്മൾ തന്നെ പറഞ്ഞ് ആളുകളെ ബോധ്യപ്പെടുത്തുകയാണ്. വാക്കുകൊണ്ട് അത് കൺവേ ചെയ്തെടുക്കുകയാണ്. ഓറൽ കമ്മ്യൂണിക്കേഷൻ ഈസ് യൂസ്ഡ് ആസ് എ മീഡിയം chiefly in employee communication for training and informing them about the company's policies. It is also used in consumer dealer community and stakeholder relation programs. Oral communication may be carried out through meetings, telephone calls, public address system and panel discussion, counseling, etc. ഓറൽ കമ്മ്യൂണിക്കേഷൻ വളരെ ഫലവത്തായിട്ട് ഉപയോഗിക്കുന്നതാണ്. എങ്ങനെയാണ് ഓറൽ കമ്മ്യൂണിക്കേഷനിലൂടെ ഒരു PR വർക്ക് നടക്കുക? PR ഏജൻറ്റ് നമ്മളുടെ കമ്പനിയെക്കുറിച്ച്, നമ്മളുടെ ഓർഗനൈസേഷനെ കുറിച്ച് മറ്റുള്ളവരോട് പറഞ്ഞുകൊണ്ടേയിരിക്കും നിരന്തരം. ഇപ്പോൾ ഈ ഒരു കോളേജിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി മറ്റൊരു വിദ്യാർത്ഥിയോട് പറയും, നമ്മുടെ കോളേജിൽ ഇന്ന ഫെസിലിറ്റീസൊക്കെ ഉണ്ട്, നമ്മുടെ കോളേജിൽ പല സ്റ്റാഫും ഹൈലി ക്വാളിഫൈഡ് ആണ്, പ്രിൻസിപ്പളും അച്ഛനും നേതൃത്വം നൽകുന്ന ടീം വർക്കാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്, നമ്മുടെ കുട്ടികളുടെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിന് വേണ്ട എല്ലാ പ്രോഗ്രാമുകളും നമ്മുടെ കോളേജിൽ നടത്തുന്നുണ്ട്, അത് ഓൺലൈനായാലും ഓഫ്ലൈനായാലും സ്ഥിരം നടത്തിക്കൊണ്ടേയിരിക്കുന്നുണ്ട് എന്ന് നിങ്ങളുടെ 4 സുഹൃത്തുക്കളോട് പറഞ്ഞാൽ, ആ 4 പേര് 8 പേരോട് പറഞ്ഞാൽ, 8 പേര് 16 പേരോട് പറഞ്ഞാൽ, അറിയാതെ നിങ്ങൾ സെൻറ്റ് ജോസഫ് കോളേജിൻ്റെ പബ്ലിക് റിലേഷൻ ഏറ്റെടുക്കുകയാണ്. അതാണ് ഓറൽ കമ്മ്യൂണിക്കേഷൻസ് എന്ന് പറയുന്നത്. അത് ഞാൻ ആദ്യം പറയണം. ഞാൻ പറഞ്ഞാൽ അത് എൻ്റെ കുട്ടികൾ കേൾക്കും, എൻ്റെ കുട്ടികളത് മറ്റുള്ളവരോട് പറയും. അപ്പോൾ നമ്മളിങ്ങനെ ഏജൻ്റായിട്ട് മാറുകയാണ്. നാളെ ഒരാൾ ഒരു കുട്ടീനെ ഡിഗ്രിക്ക് പഠിപ്പിക്കണമെന്ന് ആലോചിക്കുമ്പോൾ നമ്മളുമായിട്ട് ഡിസ്കസ് ചെയ്യുകയാണെന്ന് വിചാരിച്ചോ, എവിടെ ഇപ്പോൾ ചേർത്ത കുട്ടിക്ക് BCom സീറ്റ് കിട്ടണം, പാവർട്ടി സെൻറ്റ് ജോസഫിൽ ചേർത്തൂടെ, നല്ല റിസൾട്ട് ഉണ്ട്, നല്ല അറ്റ്മോസ്ഫിയർ ഉണ്ട്, CMIയുടെ സ്ഥാപനമാണ്, എല്ലാ രീതിയിലുള്ള ഫെസിലിറ്റീസും അവൈലബിൾ ആണ്, പിന്നെ എന്തിനും അടിച്ചു നിൽക്കണ്. ഇതാണ് ഓറൽ കമ്മ്യൂണിക്കേഷൻ, ഇതാണ് ഓറൽ പബ്ലിസിറ്റി. അപ്പോൾ 6 എക്സ്റ്റേണൽ ടൂൾസാണുള്ളത്. ഫസ്റ്റ് വൺ പ്രസ്സാണ്, സെക്കൻഡ് വൺ ടെലിവിഷനാണ്, തേർഡ് വൺ റേഡിയോയാണ്, ഫോർത്ത് വൺ ഫിലിംസാണ്, ഫിഫ്ത്ത് വൺ ഔട്ട്ഡോർ മീഡിയ ആണ്, ആൻഡ് ദ ലാസ്റ്റ് വൺ
ഓറൽ കമ്മ്യൂണിക്കേഷനാണ്. ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ കാണാൻ പോകുന്നത് ഇൻറ്റേർണൽ മീഡിയ ഏതൊക്കെയാണ് എന്നുള്ളതാണ്. എങ്ങനെ ഇൻറ്റേർണൽ മീഡിയയിലൂടെ സ്വാധീനിക്കാനായിട്ട് ശ്രമിക്കുന്നു, പബ്ലിക് റിലേഷൻ നടത്തുന്നു എന്നുള്ളതാണ് നമ്മളിനി നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.